പാർലമെന്റ് ക്യാന്റീനിൽ മറ്റ് 7 പ്രതിപക്ഷ എംപിമാർക്കൊപ്പം ഉച്ചഭക്ഷണത്തിനിടെ റിതേഷ് പാണ്ഡെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഇതിനുശേഷമാണ് അക്കാര്യം സംഭവിച്ചത്. അതെ, രാജി തന്നെ. പുതിയൊരു നേതാവ് കൂടി BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. BSP നേതാവും MP-യുമായ റിതേഷ് പാണ്ഡെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് തന്നെ ആവശ്യമില്ല എന്നും തന്നെ ദീർഘകാലമായി ഒരു യോഗത്തിനും വിളിക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തിയാണ് റിതേഷ് പാണ്ഡെ പാർട്ടി വിട്ടത്. പാർട്ടി നേതൃത്വമോ മായാവതിയോ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. BSP വിട്ടതിന് പിന്നാലെ റിതേഷ് പാണ്ഡെ BJP-യിൽ ചേരുകയും ചെയ്തു. അതേസമയം മോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുമായി ഉൾക്കാഴ്ചയുള്ള ചർച്ച നടത്താൻ സാധിച്ചുവെന്നായിരുന്നു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിതേഷ് പാണ്ഡെ പറഞ്ഞത്. ഏറെക്കാലമായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ എന്നെ വിളിക്കുകയോ പാർട്ടി നേതൃത്വം എന്നോട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. BSP-യുടെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെടാനും കാണാനും ഞാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ലെന്നാണ് BSP അധ്യക്ഷ മായാവതിയെ അഭിസംബോധന ചെയ്ത തന്റെ രാജിക്കത്തിൽ റിതേഷ് പാണ്ഡെ പറഞ്ഞത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയല്ലാതെ തനിക്ക് മറ്റു മാർഗമില്ല എന്നും പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനം വൈകാരിക വീക്ഷണകോണിൽ നിന്ന് പ്രയാസമേറിയ ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ BJP-യുടെ മുകുന്ദ് ബിഹാരിയെ പരാജയപ്പെടുത്തിയാണ് റിതേഷ് പാണ്ഡെ ലോക്സഭയിൽ എത്തിയത്. അംബേദ്കർ നഗർ മണ്ഡലത്തെയാണ് റിതേഷ് പ്രതിനിധീകരിക്കുന്നത്. 2017 മുതൽ 2019 വരെ ജലാൽപൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു. 2020 ജനുവരിയിൽ ലോക്സഭയിലെ BSP നേതാവായും അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യക്തിഗത ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019 പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി, ജൈവ വൈവിധ്യ ബിൽ 2021 എന്നിവയുടെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എന്നിവയുൾപ്പെടെ ഒന്നിലധികം പാർലമെന്ററി കമ്മിറ്റികളിൽ സജീവമായ അംഗമാണ്. പാർലമെന്ററി ബിസിനസ് സർവേയിൽ രാജ്യത്തെ 539 MPമാരിൽ 19ാം സ്ഥാനത്താണ് പാണ്ഡെ. ടോപ്പ് 20-ൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ MP കൂടിയാണ് അദ്ദേഹം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റിതേഷ് പാണ്ഡെ പാർട്ടി വിട്ടത് BSP-ക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയം വേണ്ട. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് നേതാക്കന്മാരുടെ ഒഴുക്കാണ്. അധികാരമോഹം മാത്രമാണ് പാർട്ടി വിടുന്നതിന്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തം. നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ BJP വിട്ടതും ഇതേ മോഹവുമായിട്ടാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ ഇവർ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും.